അനുജ, നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ നിന്ന് നമ്മുടെ കപ്പിത്താൻ ബൂർഷ്വ രാജ്യത്തിലേക്ക് ചികിത്സ തേടി പോവുകയാണ്, കപ്പലമ്മയെ തനിച്ചാക്കി. അതായത് അവിടെ പോയാൽ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കെട്ടിടങ്ങളൊന്നും ഇടുങ്ങി വീഴില്ല, ജീവനോടെ തിരിച്ചു വരാം, ഒഴിപ്പിടിച്ച വടിവാളുകൾക്കിടയിലൂടെ തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടെ ആയിരിക്കാം ഇപ്പോൾ ചികിത്സയ്ക്കായിട്ട് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നത്. അപ്പോൾ ഏതാണ്ട് നമുക്ക് മനസ്സിലാക്കാനൊരു കാര്യം, ഇന്ന് രാവിലെ വരെ നമ്മൾ നേരത്തെ പറയുമ്പോൾ തന്നെ ആരോഗ്യ കേരളം നമ്പർ 1 ആണ്, ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറയുന്ന നിൽക്കെ കുറച്ച് കഴിയുമ്പോഴാണ് ഞാൻ പതുക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകാൻ പോകുന്നു. അർദ്ധരാത്രിയോടെ ഇന്ന് രാത്രി പോവുകയാണ്. അതായത് ഇന്ന് അർദ്ധരാത്രിയോടെ അദ്ദേഹം പോകും. ദുബായ് വഴിയാണ് പോകുന്നത്. അപ്പോൾ പോയതിന് ശേഷം ഏതാണ്ട് ഒരാഴ്ചയോളം അവിടെ സ്പെൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് ചിലവുകളുണ്ട് ഇതിനകത്ത്. സാധാരണക്കാരുടെ നമ്മുടെ നികുതി പണം ഏതാണ്ട് 1 കോടിയോളം വരാൻ പോകുന്നത്. അതായത് 77 ലക്ഷമാണ് കണക്കുകൾ പ്രകാരം മുഖ്യമന്ത്രി ഇതുവരെ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയി ചിലവാക്കിയിട്ടുള്ളത്. അതും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും പരിവാരങ്ങളും എല്ലാം കൂടെ പോയിട്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2018 അദ്ദേഹം, അതായത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് കയറിയതിനു ശേഷം 2018 മുതലാണ് ഇദ്ദേഹം ചികിത്സയ്ക്ക് പോകുന്നത്. 2022 ഏകദേശം 15 ദിവസത്തോളം പോയി നിന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സമയത്ത് തന്നെ പോകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഇവരെന്താ, എനിക്ക് മനസ്സിലാകുന്നില്ല, ജനങ്ങളെ മനഃപൂർവ്വം ഇങ്ങനെ വെറുപ്പിക്കാൻ വേണ്ടിയാണോ, അതോ ഇങ്ങനെ ഇത് അവർക്കൊരു ഹരമായി കാണും, നെഗറ്റിവിറ്റി, ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി അറിയില്ല. ഒന്നല്ല, അവർക്ക് കൃത്യമായി അറിയാം ചികിത്സ പ്രോപ്പറായിരിക്കണം. പ്രോപ്പറായ ചികിത്സ ലഭിച്ചില്ല എങ്കിൽ ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനുള്ള സംവിധാനങ്ങൾ കേരളത്തിലില്ല. അതുകൊണ്ട് വിദേശത്തേക്ക് ഇതൊരു സാമാന്യ ലോജിക്കാണ്, ഇതിനകത്ത് ഒന്നുമില്ല. അത് നമുക്ക് ആ സാമാന്യ ലോജിക്ക് മനസ്സിലാകും, മുഖ്യമന്ത്രിക്ക് മനസ്സിലാകും, പക്ഷെ മുഖ്യമന്ത്രിയെ പിന്താങ്ങുന്ന അണികൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ശരത് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ, തലയോലപ്പറമ്പിലെ സ്ത്രീ, മകളുടെ ചികിത്സയ്ക്കായി കൂട്ടിരിക്കാൻ വന്ന ബിന്ദു എന്ന് പറയുന്ന തലയോലപ്പറമ്പിലെ സ്ത്രീ ഇന്നലെ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചു. കേൾക്കുന്ന സമയത്ത് ബിന്ദുവിന് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന രീതിയിൽ ചോദിച്ചാൽ അങ്ങനെയല്ല. മെഡിക്കൽ കോളേജിൻ്റെ കേരളത്തിലെ ആരോഗ്യ വകുപ്പിൻ്റെ അനാസ്ഥ മൂലം, അവരുടെ കെടുകാര്യസ്ഥത മൂലം കെട്ടിടം 68 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം തകർന്നു വീണാണ് ബിന്ദു മരിക്കുന്നത്. അത് പ്രവർത്തനക്ഷമമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജിന് സമയം കിട്ടാത്തത് കൊണ്ട് മാറ്റിവെച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് മരണപ്പെടുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണത്. ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ നടപ്പാക്കാൻ നേതൃത്വം കൊടുത്തത് സത്യത്തിൽ പിണറായി വിജയൻ തന്നെയാണ്. അതിൽ വീണ വിജയനെ 2ാം പ്രതി മാത്രമേ ആക്കുകയുള്ളൂ. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ, ഇപ്പം നമുക്കറിയാം ക്ലിനിക്കിലേക്കാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സംബന്ധമായി ഇദ്ദേഹത്തിൻ്റെ 4ാമത്തെ യാത്രയാണ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറഞ്ഞൊരു സാധനമുണ്ട്, ലോകത്തിലെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ വികസന സൂചികകൾ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലെ വികസനം എന്ന് എപ്പോഴും വിരവാദം പറയുന്ന ആളാണ് പിണറായി വിജയൻ. ഡോക്ടർ ഹാരിസ് ചിറക്കൽ വിഷയമൊക്കെ വിവാദമായ സമയത്ത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും പറഞ്ഞിരുന്നു, എന്താ സംശയം, നമ്മൾ അടിപൊളിയല്ലേ, നമ്മൾ സൂപ്പറല്ലേ, നമ്മുടെ ആരോഗ്യ മേഖലയിലെല്ലാം ഇല്ലേ എന്ന് പറയുന്ന ഇതിൽ ഏതെങ്കിലും ഒറ്റയൊരുത്തൻ നമ്മൾ പോകുന്നത് പോലെ, സാധാരണക്കാർ പോകുന്നത് പോലെ ക്യൂ നിന്ന് OP ടിക്കറ്റ് മേടിച്ച് പോയി അടുത്ത ക്യൂ നിന്ന് ഡോക്ടറെ കണ്ട് 1 മിനിറ്റിന് താഴെ ഡോക്ടറെ കാണാനുള്ള സമയം മാത്രം ലഭ്യമായി ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന ഫ്രീ മെഡിസിനും മേടിച്ച് തീറ്റി പോകുമോ? പറ്റില്ല. മാത്രമല്ല ശരത്, കഴിഞ്ഞ ഈ കാലയളവിൽ മാത്രം 77 ലക്ഷം രൂപയാണ് പിണറായി വിജയൻ ചികിത്സാർത്ഥം ഖജനാവിൽ നിന്ന് മാറ്റിയിട്ടുള്ളത്. ഇതൊരു നിസ്സാര കാര്യമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ. ഇനി പോട്ടെ, നമ്മുടെ മുഖ്യമന്ത്രിയാണ്, അയാൾക്കുള്ള പണം കൊടുക്കേണ്ടതുണ്ട്, ഖജനാവിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്, തന്നെയാണോ പോകുന്നത്? അല്ല. ഒരു വലിയ പടയായി മകൾ കാണും, കൊച്ചുമക്കൾ കാണും, ഭാര്യ കാണും. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ ശരത്, ഇനി എന്തായാലും അടുത്ത ടീമിൽ കയറാൻ പറ്റില്ല. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നേ ലാവിഷായിട്ടൊന്ന് അമേരിക്കയിൽ കൂട്ടുകാരായിട്ടൊന്ന് പോയിട്ട് വരാം എന്നൊരു വിനോദയാത്രാ പ്ലാൻ കൂടി ഇതിൻ്റെ പിന്നിലുണ്ടാവും. കാര്യം ഇത്രയും ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ മുഖ്യമന്ത്രി എന്തായാലും ഇതൊരു അഹങ്കാരമാണ്, രഹസ്യമായിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. ഇന്ന് രാത്രിയാണ് പോകുന്നതെങ്കിൽ പോലും ഇന്ന് ഈ ഒരു സമയം വരെ, അതായത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്, ഇന്നൊരു ഉച്ചയോടുകൂടിയാണ് നമ്മൾ അറിയുന്നത് തന്നെ, മാധ്യമപ്രവർത്തകർ. അതും പുറത്ത് പറഞ്ഞിട്ടില്ല. കാരണം ഒന്നാമത്തെ കേസ്, ഇവിടെ മുഖ്യമന്ത്രി എവിടെ പോകണമെന്ന് അറിയേണ്ട റൈറ്റ് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. കാരണം നമ്മളാണ് തിരഞ്ഞെടുത്ത് ഒരു സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്, MLA ആയിട്ട് അവിടെ നിന്ന് മന്ത്രി പദത്തിലേക്ക് എത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അറിയാൻ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും ഒരു സിറ്റുവേഷൻ നടക്കുന്ന, ഗുരുതരമായ അവസ്ഥ നടക്കുന്ന സമയത്ത് കൂടി മുഖ്യമന്ത്രി ഇതൊക്കെ കൈവിട്ടിട്ട്, നേരത്തെ പറഞ്ഞ തന്നെ ഒരാൾ ആശുപത്രിയിലാണ്, ആരോഗ്യമന്ത്രിയെ ഒറ്റയ്ക്ക് തനിച്ചാക്കിയിട്ടാണ് മുഖ്യമന്ത്രി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചുമതല ആര് ഏറ്റെടുക്കും, ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കും, ആര് കൃത്യമായിട്ട് ഉത്തരം തരും? ഇതൊക്കെ ഈ ഒരു സംഭവം നിലനിൽക്കെയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പോകുന്നത്. മാറ്റിവെക്കണം ഇതൊന്നും പറയുന്നില്ല, പക്ഷേ എന്നാൽ കൂടി ഒരു ബാധ്യസ്ഥതയുണ്ട്. അതായത് ഇതിനകത്ത് കൃത്യമായിട്ട് ആരെയൊക്കെ ഏൽപ്പിക്കുന്ന ചുമതല, അതല്ലെങ്കിൽ തന്നെ നേരത്തെ മുൻകൂട്ടി ഇത് കാര്യങ്ങൾ പറയണമായിരുന്നു.
ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അവിടെ ആശ്രയമായിട്ട് കാണുന്ന ഒരുപാട് ഇപ്പോൾ നേരത്തെ പറയുന്ന പല കാര്യങ്ങളും മുഖ്യമന്ത്രി പരാതികളുണ്ട്. അതുപോലെ തന്നെ വീട് വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്ന് അറിയാൻ ഏതാനും 10-12 മണിക്കൂർ മുൻപ് മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾ അറിയുന്നതെന്ന് ആലോചിച്ചു. അത് തന്നെ എത്ര വലിയ ഗതികേടാണ്. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ഗുരുതരമായൊരു സംഭവം നടക്കുന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രി പോവുകയും കൂടി ചെയ്യുകയാണ്. അതും ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് ചികിത്സ നടത്തുന്നതും കൂടി ആലോചിക്കുമ്പോഴാണ് ചൊറിഞ്ഞു വരുന്നത്. അത് മാത്രമല്ല ശരത്ത് ആദ്യം പറഞ്ഞ പോയിന്റ് നമ്മൾ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ബൂർഷ രാജ്യമായ അമേരിക്കയിലേക്ക് നോക്കുകയും അത് ബൂർഷ രാജ്യമാണ്, ഞങ്ങൾക്ക് ക്യാപിറ്റലിസ്റ്റുകളുടെ പണം ആവശ്യമില്ല എന്ന് പറയുന്ന ഇദ്ദേഹം തന്നെ പോയി ലുലുമാൾ ഉദ്ഘാടനം ചെയ്യും. അതായത് ക്യാപിറ്റലിസം പ്രൈവറ്റൈസേഷൻ്റെയും എല്ലാ തരത്തിലുമുള്ള ഗുണങ്ങളും ഊറ്റിയെടുത്ത് അത് ഉപയോഗിച്ചതിന് ശേഷം അമേരിക്കയിലേക്ക് നോക്കി ആഗോളവൽക്കരണത്തെക്കുറിച്ച് അതിനെ എതിർത്ത്, ക്യാപിറ്റലിസത്തിനെ എതിർത്ത്, ബൂർഷകളെ എതിർത്ത് സംസാരിക്കുന്ന ഒരു പ്രത്യേക തരം പാർട്ടിയാണ്. നോക്കൂ, ഇവരുടെ ഗതികേടാണെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം അവർക്ക് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇടയ്ക്കൊന്ന് പറയണമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുക. പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം, അതായത് പ്രധാനമന്ത്രി വരുന്ന കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് അദാനിയെ സർക്കാരിൻ്റെ പാർട്ട്ണർ എന്നാണ് വിശേഷിപ്പിച്ചത്. അന്ന് മോദി അതിനെ കൃത്യമായി നോട്ട് ചെയ്തിട്ട്, പണ്ട് ഇവർക്ക് ഇയാളെ അടുപ്പിക്കാതിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ പാർട്ട്ണർ എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് ആകാം എന്നുള്ളതാണ്. ദിവസ്തംഭം മഹാചര്യം, നമുക്കും കിട്ടണം പണം, അത്രയേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം പോകുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി പോയി കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധിയിൽ അദ്ദേഹത്തിന് ചികിത്സ അടിയന്തരമായിരിക്കും, പോട്ടെ. പക്ഷേ ഇത് കമല ടീച്ചറെയും പൊന്നുമോളെയും മരുമോനെയും ഒക്കെയാണോ കൂട്ടിയിട്ടാണോ പോകുന്നതെന്നുള്ളത് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം. പക്ഷേ ഇത് വഞ്ചനയാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിന് വിടാനുള്ള മര്യാദ ബിന്ദുവിൻ്റെ വിഷയത്തിൽ ഉണ്ടാവേണ്ടതാണ്. ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി. ഒരു അടിയന്തരമായൊരു നഷ്ടപരിഹാരം. ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച കൂടെ ട്രംപിനെതിരെ തിരിഞ്ഞ ആളാണ്. അതായത് ഇറാനെതിരെ തിരിഞ്ഞതിന്, ഗാസയെ നോക്കാത്തതിന് ട്രംപ് അമേരിക്കയുടെ നടപടി ചോദ്യം ചെയ്ത ആളാണ് ആ നാട്ടിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത്. അതാണ് ഏറ്റവും കോമഡി ആയിട്ടുള്ള അടുത്ത കാര്യം. അതായത് അമേരിക്ക പോലൊരു ബൂർഷോ, അതിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ബൂർഷോ ഇടയ്ക്കിടയ്ക്ക് 40 വട്ടം പറയല്ലോ ബൂർഷോ. പക്ഷെ അവിടെ എന്തിനും വേണമെങ്കിലും അവിടെ തന്നെ പോകേണ്ട അവസ്ഥയും വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞാൽ ട്രംപൊക്കെ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് അവിടെ ഇങ്ങനത്തുള്ള കമ്മിക്കൂട്ടങ്ങളെ കയറ്റാതെ ഒരു എല്ലാ കാര്യങ്ങളും കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നതാണല്ലോ ട്രംപ്. ഇങ്ങനെയുള്ളവരവിടെ കയറ്റാതെ നോക്കുക, ഇവിടുത്തെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ചികിത്സിക്കട്ടെ. ഇവിടെ എത്രയോ പേരിങ്ങനെ നമുക്ക് മുഖ്യമന്ത്രിയെക്കാളും എത്രയോ കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ അവർക്കും ചികിത്സ ഉറപ്പാക്കേണ്ടതേ മുഖ്യമന്ത്രി അതും കൂടെ മനസ്സിലാക്കേണ്ടേ. അല്ലാണ്ട് ഇപ്പം സർക്കാർ ആശുപത്രിയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ട് നേരെ ബ്രാൻഡ് അംബാസഡർ, പ്രൈവറ്റ് ആശുപത്രിയിലെ ബ്രാൻഡ് അംബാസഡർ എന്ന കണക്കിലാണ് ഇവിടെ പോയിട്ട് ചികിത്സ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ആൾക്കാർ അങ്ങനെ ചിന്തിക്കുള്ളൂ. അതും മയോ ക്ലിനിക് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ലോകത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയതും ഏറ്റവും മികച്ച ചികിത്സ ഒരുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അത്രയും ചിലവുകളുണ്ട്, അതൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ സ്ഥിതി കൂടെ മനസ്സിലാക്കണ്ടേ. ഇപ്പം നമുക്ക് ഓഫീസ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പരമാവധി ഒരു ഊറ്റി എടുത്ത് കഴിഞ്ഞാൽ ഓഫീസിൽ തന്നെ പറയും ഒരു ദിവസം, നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷനുകൾ ഉണ്ടല്ലോ, നല്ല ചികിത്സ അവിടെയും കിട്ടുമല്ലോ, ഒന്ന് പോയി നോക്കിക്കൂടെ എന്ന് അവർ ചോദിക്കും. കാരണം അവിടെ അങ്ങനെ ഒരു റൈറ്റ് ഉണ്ട് അവർക്ക്. ഇത്ര സ്വാഭാവികമായിട്ട് ഇവിടെ നമ്മൾ ജനങ്ങളാണ് ചോദിക്കേണ്ടത്. ജനങ്ങൾ ചോദിച്ചേ മതിയാകൂ. നിങ്ങൾക്ക് ഇത്രയും ചിലവഴിക്കേണ്ട ആവശ്യം എന്തിനാണ്? മാത്രമല്ല ഈ ഒരു കേസ്, ഈ 72 ലക്ഷം രൂപ എന്ന് പറയുന്നത് ചികിത്സയ്ക്ക് ഒരു ചെറിയ വിഹിതം 30 ലക്ഷം വരും. ബാക്കി ഭക്ഷണം, താമസം, മരുന്ന്, മറ്റത് മറിച്ചത്, ഇവരുടെ കറക്കം, വണ്ടികൾ, ഇന്ധനം നിറയ്ക്കൽ, ഇതിനൊക്കെ കൂടെ ചേർത്ത് 5 സ്റ്റാർ ഹോട്ടലുകൾ, അതൊക്കെയാണ്. അതും 1-2 പേരല്ല, ഇത്രയും പരിവാരങ്ങൾക്ക് റൂമുകൾ കൊടുക്കണ്ടേ. അവർ ഭരണത്തിന് എന്ന് ഇറങ്ങും, അതിന് മുന്നേ ഫാമിലി ആയിട്ടൊരു ട്രിപ്പും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചായിരിക്കും ഇവർ പോകുന്നത്. ലിസ്റ്റ് വരട്ടെ, നന്നേരം അറിയാം ആരൊക്കെ.